ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. അപ്പോൾ ഏപ്രിൽ 2-ന് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് മാർക്കറ്റ്. ഇൻവെസ്റ്റേഴ്സ് എല്ലാം വളരെയധികം കോഷ്യസ് ആയിട്ടാണ് ഈ മാർക്കറ്റിനെ സമീപിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ 23,800 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ലെവല് മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ FIIs ഇപ്പോഴും ബൈങ് മോഡിൽ തന്നെയാണെന്നാണ് ഇന്നലത്തെ ഡാറ്റ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 2025 എന്ന വർഷം പിറന്നതിന് ശേഷം ഒരു സിംഗിൾ ഡേയിൽ ഹയസ്റ്റ് എവർ ബൈങ് ആണ് അവർ ഇന്നലെ നടത്തിയത്. ഏകദേശം 11,000 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് ബൈങ് ആണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. നമ്മൾ ഓവറോൾ ഈ 2025 FIIs ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2025 പിറന്നിട്ട് ജനുവരി മാസം 2-ാം തീയതി അവർ ഒരു 1,500 കോടിയുടെ ഒരു ബൈങ് നടത്തിയിരുന്നു. പിന്നീട് ആ മാസം അവർ നെറ്റ് ബൈങ് എന്നുള്ള ലെവലിൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല, അവർ നിരന്തരമായി സെല്ല് ചെയ്യുകയായിരുന്നു. എന്നാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആ മാസം മുഴുവനും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഇനി ഫെബ്രുവരിയിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ അവിടെ ഫെബ്രുവരി 4-ാം തീയതിയും ഫെബ്രുവരി 28-ാം തീയതിയും 2 പ്രാവശ്യം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഫെബ്രുവരി 4-ന് ഒരു സെല്ലിംഗ് നടത്തിയത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർ ത്രൂ ഔട്ട് ദ ഫെബ്രുവരി മന്ത് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ മാർച്ച് മാസത്താണ് സംഗതികൾ മാറിമറിയുന്നത്. മാർച്ച് 18-ന് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആദ്യമായിട്ട് ഒരു 694 കോടിയുടെ ഒരു ബൈങ് നടത്തിയിരുന്നു. എന്നാൽ നെക്സ്റ്റ് ഡേ മാർച്ച് 19-ന് അവർ വീണ്ടും സെല്ലിംഗ് നടത്തി. പക്ഷേ മാർച്ച് 20 മുതൽ 27 വരെയുള്ള ഈ കണ്ടിന്യൂസ് ട്രേഡിംഗ് ഡേയിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് നെറ്റ് ബയേഴ്സ് ആയിട്ട് നിൽക്കുന്നത് കാണാം. ഇവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 4 ട്രേഡിംഗ് ഡേയിൽ സെല്ലേഴ്സ് ആയിട്ട് നിന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ദിവസം 11,000 കോടിയുടെ ഒരു നെറ്റ് ബൈങ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത് കാരണം മൊത്തത്തിൽ നമ്മൾ ഈ മാർച്ച് മാസത്തെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ നെറ്റ് ബൈങ് ആൻഡ് സെല്ലിംഗ് നമ്മൾ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 6,367 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് വലിയൊരു മാറ്റമാണ്. കാരണം ഒക്ടോബർ മാസം മുതൽ ആരംഭിച്ച FIIs സെല്ലിങ്ങിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മാസം അവർ പോസിറ്റീവിൽ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഡാറ്റ കൂടി വരാനുണ്ട്. ഏതായാലും ആ ഒരു ഡാറ്റ കൂടി നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഈ മാസം 5 മാസങ്ങൾക്ക് ശേഷം ബയേഴ്സിൻ്റെ സൈഡിലേക്ക് വന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റിവിറ്റി ഇന്ത്യൻ റുപ്പിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ത്യൻ റുപ്പിയുടെ ആ ഒരു വാല്യൂ 85.35 ആണ്. ഇത് ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ശക്തമായ ഇന്ത്യൻ റുപ്പിയുടെ ഒരു റേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കിട്ടും. ഇപ്പോൾ FII ബൈ നടത്തുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ കറൻസിയുടെ ഈ ഒരു അപ്രിസിയേഷനാണ്. മറ്റൊന്ന് ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള ഒരു കൺട്രോളാണ്. മറ്റൊന്ന് ഇന്ത്യയുടെ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാരണങ്ങളും കൂടാതെ തന്നെ ഇൻഫ്ലേഷൻ വരുതിയിലായതും അതേപോലെ തന്നെ ഈ ഏപ്രിൽ മാസം വരാൻ പോകുന്ന റേറ്റ് കട്ടിൻ്റെ പ്രതീക്ഷകളും ഒക്കെയാണ് മൊത്തത്തിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ബുള്ളിഷായി നിൽക്കുന്നത്. എങ്കിലും നമ്മളൊരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു അപ്രോച്ച് ആവശ്യമാണ്. കാരണം ഇപ്പോൾ എല്ലാ കണ്ണുകളും നീണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിലേക്കാണ്. US താരിഫിൻ്റെ ആ ഒരു നേച്ചർ എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടണമെങ്കിൽ ഏപ്രിൽ 2-നുള്ള റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണം. അത് എങ്ങനെയായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യുക എന്നൊരാശങ്ക നിലവിൽ മാർക്കറ്റിലുണ്ട്. റെസിപ്രോക്കൽ താരിഫ് ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ വീണ്ടും ഒരു കറക്ഷൻ്റെ സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് മാർക്കറ്റ് വൈഡ് സ്റ്റോക്കുകളുടെ മുന്നേറ്റം നോക്കിക്കഴിഞ്ഞാൽ 1,497 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 2,499 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തതായിട്ട് കാണാം. ഏകദേശം 60% സ്റ്റോക്കുകളും ഇന്ന് ഡിക്ലൈനാണ്. പിന്നെ നമ്മൾ നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം മുന്നേറിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് BSE ലിമിറ്റഡ് ആണ്. അവിടെ ഏകദേശം 16% ഒരു അപ്സൈഡ് ക്ലോസിങ് ആ സ്റ്റോക്കിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ BSE ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്ചേഞ്ച് ഈ സ്റ്റോക്ക് 52 വീക്ക് ഹൈ ആയിട്ടുള്ള 6,133 എന്ന പ്രൈസിൽ നിന്നും താഴോട്ടേക്ക് 4,000-ലേക്കൊക്കെ വന്ന ഒരു സ്റ്റോക്കായിരുന്നു. അപ്പോൾ ആ ഒരു ക്രാഷ് ആ സ്റ്റോക്കിൽ നടക്കാനുള്ള കാരണം കഴിഞ്ഞ വർഷം ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഈ F&O സെഗ്മെൻറ്റിൽ നടന്നിട്ടുള്ള വോളിയം ട്രേഡ് അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ തന്നെ ആശങ്ക സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ നിരവധി ആളുകൾ തുടർച്ചയായിട്ട് F&O സെഗ്മെൻറ്റിൽ വൻതോതിലുള്ള പണം പമ്പ് ചെയ്യും. ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സും അവരുടെ ജോലി തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം F&O സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയൊരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വമ്പിച്ച ഒരു വോളിയം ട്രേഡ് അത് ഇന്ത്യൻ എക്കണോമിയെ തന്നെ പിടിച്ചുലക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ച അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വല്ലാതെ ഭയപ്പെടുകയും ഗവൺമെൻറ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ F&Oയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാൻ സെബി നിർബന്ധിതമായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീക്കിലി എക്സ്പയറി ഒരു
ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യുക എന്ന നിർദ്ദേശം എക്സ്ചേഞ്ചുകൾക്ക് കൊടുക്കേണ്ടായി. നമുക്കറിയാം സാധാരണ മന്ത്ലി എക്സ്പയറിയാണ് ഓപ്ഷനിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. അത് കൂടാതെ വീക്ക്ലി എക്സ്പയറികളുണ്ട്. അപ്പോൾ വീക്ക്ലി എക്സ്പയറി പല ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലുമുണ്ട്. അപ്പോൾ അതിനൊന്ന് ലിമിറ്റ് ചെയ്യുക എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം സെബി നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ NSEയിൽ നിഫ്റ്റി 50 എന്ന അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് മാത്രം വീക്ക്ലി എക്സ്പയറി എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാനും BSEയിൽ സെൻസെക്സ് 30 മാത്രം വീക്ക്ലി എക്സ്പയറി എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാനും തീരുമാനിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ എക്സ്ചേഞ്ചുകൾക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല. കാരണം എക്സ്ചേഞ്ചുകളുടെ വരുമാനം എന്ന് പറയുന്നത് എത്രമാത്രം ട്രേഡിംഗ് നടക്കുന്നു അത്രമാത്രം അവർക്ക് വരുമാനമാണ്. അപ്പോൾ വീക്ക്ലി എക്സ്പയറി ഈ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലേക്ക് ലിമിറ്റ് ചെയ്തപ്പോൾ അവരുടെ ട്രേഡിംഗ് വോളിയം വല്ലാതെ കുറഞ്ഞു. ഇപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 70% ട്രേഡിംഗ് വോളിയത്തിൽ കുറവാണ് F&O സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അതൊരു ഗവൺമെൻറ് എൻറ്റിറ്റി അല്ല. അവിടുത്തെ പ്രൊമോട്ടേഴ്സ് കോർപ്പറേറ്റുകളാണ്. ഗവൺമെൻറ്റിന് വലിയ തോതിലുള്ള പ്രൊമോട്ടർ സ്റ്റേക്ക് അതിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും കോർപ്പറേറ്റുകളാണ്, അല്ലെങ്കിൽ അതിലെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ അത് പ്രൈവറ്റ് എൻറ്റിറ്റികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യമൊന്നും ആയിരിക്കില്ല വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം വോളിയം ട്രേഡ് നടക്കണമെങ്കിൽ മാത്രം അവരുടെ റവന്യൂ വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു നീക്കത്തെ മറികടക്കാൻ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുകയുണ്ടായി. അതിലേറ്റവും സ്മാർട്ടായിട്ടുള്ള മൂവ് നടത്തിയത് NSE ആണ്. അപ്പോൾ അവർ സാധാരണ അവരുടെ വീക്ക്ലി എക്സ്പയറി തേഴ്സ്ഡേ ആണെങ്കിൽ ആ തേഴ്സ്ഡേ മാറ്റിയിട്ട് അത് മൺഡേ ആക്കാൻ തീരുമാനിച്ചു. ഈ മൺഡേ ആക്കാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേഴ്സ്ഡേ കഴിഞ്ഞ് ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ഓഫാണ്. ആ സമയത്ത് വരുന്ന പല വിധത്തിലുള്ള ഇൻ്റർനാഷണൽ ന്യൂസുകളും മാർക്കറ്റിനെ വലിയ തോതിൽ ബാധിക്കുന്നതുകൊണ്ട് എല്ലാവരും ഈ പൊസിഷൻസ് ക്യാരി ഓവർ ചെയ്യാറില്ല. ഓവർനൈറ്റ് ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാറില്ല. അവരെന്ത് ചെയ്യും, ഫ്രൈഡേ തന്നെ അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എത്ര എക്സിറ്റ് ചെയ്യുന്നു അത്രമാത്രം എക്സ്ചേഞ്ചിൽ ലാഭമാണ്. അതിനുശേഷം അവർ മൺഡേ വീണ്ടും, കാരണം എക്സ്പയറി ഡേയിൽ ഉണ്ടാകുന്ന വളറ്റിലിറ്റി അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി അവർ മൺഡേ വീണ്ടും പുതിയ പൊസിഷൻ എടുക്കുകയും അവിടെ നിന്ന് ട്രേഡ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം മൺഡേ എക്സ്പയറി കഴിഞ്ഞതിന് ശേഷം ട്യൂസ്ഡേ വീണ്ടും അടുത്ത ആഴ്ചയിലേക്കുള്ള പുതിയ പൊസിഷൻ എടുക്കുകയും ചെയ്യും. ഇങ്ങനെ 3 ട്രേഡിങ്ങിൻ്റെ സാധ്യത അവിടെ ഉണ്ടാകുന്നു മൺഡേ ഈ എക്സ്പയറി ഡേറ്റ് വെക്കുമ്പോൾ. അത് തേഴ്സ്ഡേ ആണെങ്കിൽ 2 ട്രേഡിംഗ് ഓപ്ഷനേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യാൻ ഇങ്ങനെയൊരു സ്മാർട്ട് മൂവ് NSE നടത്തിയപ്പോൾ അതിന് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യാൻ പോയത് BSE ആയിരുന്നു. കാരണം BSEയുടെ എക്സ്പയർ ട്യൂസ്ഡേ ആയിരുന്നു. ട്രേഡിംഗ് വോളിയം സെബിയുടെ നിർദ്ദേശപ്രകാരം കുറഞ്ഞിരിക്കുന്ന BSEയുടെ മേലെ NSEയുടെ ഈ ഒരു നീക്കം കൂടുതൽ എഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് ആ സ്റ്റോക്കിൽ വലിയ ഇടിവ് നമ്മൾ കാണാം. അതാണ് നമ്മൾ നേരത്തെ കണ്ടത് 6000-ൽ നിന്ന് 4000-ലൊക്കെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴത്തേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ സെബി പുതിയ ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് എക്സ്പയറി ഡേറ്റ് മൺഡേ പാടില്ല, അത് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും മാത്രം എന്ന രീതിയിൽ, പഴയ രീതിയിൽ തുടരണം എന്ന രീതിയിലാണ് സെബി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ NSE ഇപ്പോൾ അവരുടെ ഏപ്രിൽ 4-ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച മൺഡേ എക്സ്പയറി പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് BSEയിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഉണ്ടാകാൻ കാരണമായത്. ഇതുകൂടാതെ BSE അവരുടെ ബോണസ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു തീരുമാനം മാർച്ച് 30-ന് ചേരുന്ന ബോർഡ് മീറ്റിങ്ങിൽ എടുക്കുമെന്നുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ആ സ്റ്റോക്കിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. കൂടാതെ NSE അവരുടെ IPOയുമായിട്ട് കുറേ നാളായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ധാരാളം തടസ്സങ്ങൾ അവർ നേരിടുന്നുണ്ട്. അവിടെ സെബിയുടെ കുറേ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അതിനെ വേവ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇനിയും ഡിലേ ആകുമെന്നും ഏകദേശം 2 വർഷത്തോളം എടുക്കുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് BSEയിൽ ഇപ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുള്ളത്. ഇതുകൂടാതെ CDSL എന്ന് പറയുന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ്, അവർ BSE ആണ് അവരുടെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ്. അപ്പോൾ BSEയിൽ ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് അത് CDSLനും പോസിറ്റീവായിട്ട് വന്നു. അപ്പോൾ ഇന്ന് CDSL സ്റ്റോക്കിലും ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് അപ്സൈഡ് മുന്നോട്ടേക്ക് ക്ലോസ് ചെയ്ത ഒരു സ്റ്റോക്കാണ് Aster DM Healthcare എന്ന് പറയുന്ന ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്ക്. ഈ ഹോസ്പിറ്റൽ ചെയിന് ഏകദേശം 19ഓളം ഹോസ്പിറ്റലുകളും 13ഓളം ക്ലിനിക്കുകളും 217ഓളം ഫാർമസികളും 243 ലാബുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന 217ഓളം ഫാർമസികൾ എന്ന് പറയുമ്പോൾ ഈ ഫാർമസി അവരുടെ ഒരു അസോസിയേറ്റ് കമ്പനിയാണ്. അതിലൊന്നാണ് Alpha One Medicals എന്ന് പറയുന്ന ഫാർമസി ചെയിൻ. അപ്പോൾ അതിൽ ഈ Aster DM Healthcareന് കാര്യമായ ഒരു ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ Alpha One Medicalsൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ Aster DM Healthcare നൽകിയിട്ടുള്ള ലോണ് അതിനെ അവർ ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ Aster DM Healthcareന് ഈ Alpha One Medicalsൽ വലിയ തോതിലുള്ള ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവുകയും അതിൻ്റെ ഒരു പ്രൊമോട്ടർമാരായിട്ട് Aster DM മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവാണ് നമുക്ക് ആസ്റ്റർ DM ഹെൽത്ത് കെയറിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.